വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാണുന്ന കുറച്ച് വീഡിയോസുകളെ കുറിച്ചാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസുകൾ കാണല്ല. നമ്പർ 1. ഇത് സാമ്പിളാണ്, ഇതെല്ലാം ശരിക്കുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് നിങ്ങൾ ശരിക്കും കാണേണ്ടത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സംഭവമൊക്കെ ഉഷാറായിക്കണം. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാല് ഇങ്ങനത്തെ വീഡിയോസുകൾ പല നോർത്ത് ഇന്ത്യൻ ഐഡികളിലും പല രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഒന്നാമത്തത് സംഭവ രസമുണ്ട്. കോളേജ് കുട്ടികളാണ്, പല രൂപത്തിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. പക്ഷെ ഇത് കേരളത്തിൽ തന്നെ പലവരും പല രൂപത്തിൽ എടുക്കുന്നവരുണ്ട്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. എന്തായാലും അത് വെറും തോന്നല. വീഡിയോസ് ഒന്ന് കാണാം. ഇന്ന് ഞാൻ വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു. ഇതിലൊരു കമാൻഡ് ഉണ്ട്, എനിക്ക് അത്യാവശ്യം ഒരു രസം തോന്നിയ കമാൻഡ്സ് ആണ്. അതേസമയം ചേട്ടാ എനിക്ക് കൊടുത്താൽ മതിയായിരുന്നു, അവളും ഓക്കെ ഞാനും ഓക്കെ. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. എന്തായാലും അടുത്ത വീഡിയോ. എന്തായാലും നല്ല രസമുണ്ടല്ലേ ഇത് കാണാന്. കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്ക. നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പോ റീൽസ് ആക്കിയിട്ട് പോസ്റ്റുമ്പോ നമ്മളൊക്കെ പഠിച്ച കാലങ്ങൾ ആലോചിച്ചുമ്പോ സത്യം പറയുകയാണെങ്കിൽ സങ്കടം വരുന്നുണ്ട്. ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. കാരണം ഇപ്പൊ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടികൾ റീൽസ് എടുക്കുന്നു. നമ്മളൊക്കെ അന്ന് ചെയ്തിരുന്ന തന്നെ ഇവര് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ പോസ്റ്റ് ആക്കി ഇടുമ്പോ അതിന് വല്ല ഷെയർ, ലൈക്ക്, ഇതൊക്കെ ഒരു രസം, അത്രേ ഉള്ളൂ. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. നമ്മളൊക്കെ ഇപ്പൊ പഠിച്ചാൻ പോണ കാലത്തുള്ള ബുക്ക് ചുമന്നിട്ട് തന്നെ മനസ്സിന് ബുദ്ധിമുട്ടേ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ എൻജോയ്മെന്റ് പാടി കിട്ടുമ്പോ സത്യം പറയുകയാണെങ്കിൽ PT പീരീഡിൽ അന്ന് സ്കൂൾക്ക് നല്ല രസമാണ്. കാരണം അങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ കളിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നും വരും മാത്സ് ഒരു സാറുമാര്. ഇല്ലാത്തൊരു ഇടങ്ങറിയുന്നു അല്ലേ? സന്തോഷം കണ്ടില്ലേ? പറ്റിക്കാനാണെങ്കിലും നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അറിയായിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ഇനി 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കാൻ പറ്റുമോ സ്കൂളിൽ പോയിട്ട്? ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റും. ഒരു സംഭവം നല്ലൊരു കമന്റ്സ് ഉണ്ട് കേട്ടോ. നോക്കി നിൽക്കാതെ അങ്ങോട്ടും കൊടുക്ക് ചെക്ക, അവളൊന്ന് ഷോക്കാവട്ടേന്ന്. പിന്നെ അവിടെ യുദ്ധയിക്കാരോ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. നല്ല ഐഡിയ ആയിരുന്നു, പക്ഷെ മുഞ്ചിപ്പോയി. എന്താ ചെയ്യലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തില്ല, എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടി ഉണ്ടാക്കാം. രണ്ട് കമാൻഡ്സ് ഉണ്ട്, രണ്ട് ഐറ്റംസിലുള്ളതാണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചോളൂ, ഞാൻ വായിച്ചു തരുന്നില്ല.
ഞാൻ ഇങ്ങനത്തേനോട് യോജിക്കുന്നു. അതിപ്പോ ഹിന്ദുവായ കുട്ടി തട്ടിട്ടാലും മുസ്ലിമായ കുട്ടി പൊട്ടിട്ടാലും ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അത് ജസ്റ്റ് ഫൺ. ജസ്റ്റ് അവരങ്ങനെ അതിനെ കാണുന്നുള്ളൂ. അവരെ മനസ്സിലൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നങ്ങനെ റീൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അറിയില്ല, അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, ദൈവം അതിനെ അവരനുഗ്രഹിക്കും. എനിക്കും ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവർക്ക് സംസാരിച്ചു ഇതാക്കി എന്നൊക്കെ ഉള്ളവർ ഇതിലൊക്കെ ഇട്ട കമാൻഡ്സുകൾ, ഇതിലൊക്കെ ഇതൊന്നല്ല, ഇതിനെക്കാട്ടി ഒരുപാട് കമാൻഡ്സുകൾ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ മതത്തിലും ഉണ്ടാവുമല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി മതമാണ്, ഏറ്റവും വലിയ ലഹരി മതമാണ്. അത് തലക്ക് പിടിച്ചാണ്ടല്ലോ സ്വന്തം കൂട്ടുകാരനെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ ആരും അവനക്ക് അറിയില്ല. മറ്റുള്ള ഒന്നുമല്ല ലഹരി, ഇതാണ് ലഹരി. ഇത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു മതസ്ഥരെ, അതാ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും, മുസ്ലിങ്ങളിലുണ്ട്, അതേപോലെ തന്നെ ഹിന്ദുക്കളിലുണ്ട്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിലുണ്ട്. പരസ്പരം എന്താ എനിക്ക് പറയാം, തമ്മിൽ സ്വന്തം സുഹൃത്തിനെ പോലും അറിയാത്ത ചിലർ കാട്ടുന്നത്. അതിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇവര് ഒരു മുസ്ലിം പെൺകുട്ടിനെ ഇവര് പൊട്ടിട്ട് തൊട്ടുകാണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കൂല. കാരണം ജസ്റ്റ് ഫൺ, അത്രേ ഉള്ളൂ. പഠിക്കുന്ന കാലത്ത് പോയി നമ്മളൊക്കെ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയാണ്, ഹൈന്ദവനായ ഒരു സുഹൃത്ത് എന്നോട് പറയാണ്, നീ എൻ്റെ കൂടെ ഒന്ന് വാ, ഞാൻ അമ്പലത്തിലൊന്ന് പോവാണ്, നീ അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ പോകും. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, അവൻ്റെ കൂടെ പോകുന്നില്ല, എന്ത് തെറ്റ്? ഇപ്പൊ ഞാൻ അവനോട് പറയണം എന്നൊന്നാ പള്ളിക്കൊക്കെ ഒന്ന് ആക്കി കാട്ടുന്ന പറഞ്ഞാൽ അവനാക്കി തരും. അത് അങ്ങനെ അവനാക്കി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവനെ കുറ്റപ്പെടുത്താനോ, ഞാൻ അങ്ങനെ അവൻ്റെ കൂടെ അമ്പലം വരെ പോയി എന്ന് വിചാരിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ല. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിന് ഞങ്ങൾ അമ്പലം വരെ പോയിട്ടുണ്ട്. അതിൽ ഹൈന്ദവർക്ക് കടക്കാൻ പാടില്ല എന്ന് എഴുതിയ ബോർഡിന്റെ അപ്പുറത്ത് നമ്മൾ കടന്നില്ല. അതിന്റെ അപ്പുറമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിന്ന് കണ്ടു, അവിടെ നിന്ന് എല്ലാതും ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ അവിടെ ചെയ്തു. അവർക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് ചെയ്തു. അവർ പറഞ്ഞു അങ്ങോട്ട് കടക്കരുതിട്ട് പറഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് കണ്ടു നിന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഹിന്ദു ആവോ? ഇല്ല. അവർക്ക് അവരുടേതായ മതമുണ്ട്. ഇങ്ങനെ തട്ടമിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ട് തൊട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാവി തുണി എടുത്തെന്ന് വെച്ചിട്ട് ആരും ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നാവില്ല. ഉള്ളിൽ മതമുണ്ടോ അവർ, അത്രേ ഉള്ളൂ. ആ മതത്തിൽ ഒരാളെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു മതത്തിൽ ആരെയും ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഇങ്ങനത്തെ കമാൻഡ്സ് ഒക്കെ ഇടുന്നത്? ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓണത്തിനാണെങ്കിലും പല ഇതിനാണെങ്കിലും പല രൂപത്തിന് വേഷം കെട്ടിയിട്ടുണ്ട്. അതിനെന്താ ഇവിടെ കുഴപ്പം? വെറുതെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എന്താ പറയുക, ഇത് തലക്ക് പിടിച്ച ആൾക്കാരാണ് ഇങ്ങനത്തെ ഓരോ കമാൻഡ്സ് ഇടുന്നത്. അതിനിപ്പോ ഒരു ഹിന്ദു കുട്ടി ഒരു മുസ്ലിം കുട്ടിനെ പൊട്ട് തൊട്ടുകണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സെറ്റ് സാരി എടുത്തുകണെന്ന് വിചാരിച്ചിട്ടോ എടുത്ത് പോയിക്കണിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? അവരുടെ ഉള്ളിൽ മതമുണ്ട്, അത്രേ ഉള്ളൂ. അത്ര കണ്ടാ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോ ഇനി പിന്നെ കാണാം. ഓക്കെ, ബൈ.